ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്. ജാസ്മിന് നേരെ നടുവിരൽ പൊക്കിക്കാണിച്ച് സിബിൻ. ക്യാപ്റ്റൻസി നോമിനേഷൻ കഴിഞ്ഞ് എല്ലാവരും ലിവിംഗ് ഏരിയയിൽ ഇരിക്കുന്നു. ആ സമയത്ത് ജാൻമണി പറയുന്നു, ജാൻമണിയുടെ കമ്മ്യൂണിറ്റിയെ ആരോ മോശമായിട്ട് പരാമർശിച്ചു. അതായത് 9 എന്നോ മറ്റോ വിളിച്ചു. ആരാണെന്ന് പറയുന്നില്ല. ആരായാലും ഇനി ആവർത്തിക്കാൻ പാടില്ല എന്ന് ജാൻമണി പറയുന്നു. അതിനുശേഷം നോറയും ജാസ്മിനും ഇത് ഏറ്റുപിടിക്കുന്നു. ആരാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറയണം, നമ്മളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നാണ് ജാസ്മിനും നോറയും പറഞ്ഞത്. അല്ലെങ്കിൽ ആരാണ് അപ്രകാരം പറഞ്ഞത് എന്ന പേര് വെളിപ്പെടുത്തണം എന്ന ആവശ്യവുമായിട്ട് നോറയും ജാസ്മിനും വരുന്നു. ഇതിനെ ചൊല്ലി ജാസ്മിനും സിബിനും വഴക്കിടുന്നു. അതായത് ജാൻമണിയെ മോശമായിട്ട് പരാമർശിച്ചു എന്നതിൻ്റെ പേരിൽ ജാസ്മിനും സിബിനും വഴക്കിടുന്നു. അതിനുശേഷം ബിഗ് ബോസ് എല്ലാവരോടും ലിവിംഗ് ഏരിയയിൽ ഇരിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. ആ സമയത്ത് ജാസ്മിൻ സിബിനെ പ്രൊവോക്ക് ചെയ്യുന്നു. സിബിനെ നോക്കി വേസ്റ്റ് സംസാരിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്നു. സിബിൻ പ്രൊവോക്കഡായി സോഫയിൽ 3 തവണ കുത്തിയതിനു ശേഷം നടുവിരൽ കാണിക്കുകയോ അല്ലെങ്കിൽ കവിളത്തിങ്ങനെ കൈകൊണ്ട് തലോടുന്നത് പോലെയുള്ള ഒരു അശ്ലീലമായിട്ടുള്ള ഒരു ആക്ഷൻ സിബിൻ കാണിക്കുന്നു. വളരെ മോശമാണ്. ഇത്തരത്തിൽ ഒരു ഷോയിൽ ഇങ്ങനെ കാണിക്കാൻ പാടില്ല. നമുക്കറിയാം, കുടുംബ പ്രേക്ഷകർ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ കാണുന്ന ഒരു ഷോ ആണ്. മോശമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് സിബിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സിബിന് ബിഗ് ബോസിൻ്റെ വക വാർണിംഗ് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോ ആണ്, അതുകൊണ്ട് തെരുവിളികളും അശ്ലീല ആക്ഷൻ ഉൾപ്പെടെ കാണിക്കാൻ പാടില്ല എന്നും അത്തരത്തിലുണ്ടായാൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ബിഗ് ബോസ് താക്കീത് നൽകി. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ കയ്യിൽ നിന്നും യെല്ലോ കാർഡ് ഉൾപ്പെടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പവർ ടീമിൽ നിന്നും സിബിനെ പുറത്താക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ഇപ്പോൾ ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ആയി മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമുക്കറിയാം, കുറച്ച് ദിവസം മുമ്പ് വരെ ജബ്രികളുടെ കലാപരിപാടികൾ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ കുളിക്കാത്ത ജാസ്മിൻ, തുമ്മിയ ചായ, മൂക്കുള്ള ജാസ്മിൻ, കൂടാതെ കക്കൂസിലൊക്കെ പോകുമ്പോൾ ചെരുപ്പിടാതെ പോവുകയും അതേ കാലുകൊണ്ട് തന്നെ സോഫയിലും ബെഡിലും ഒക്കെ കയറിയിരിക്കുന്നു. പിന്നെ ജിൻഡോയുടെ വളിപ്രശ്നം, അതോടൊപ്പം തന്നെ സിബിനിൻ്റെ അശ്ലീല ആക്ഷൻ. ഈ രീതിയിൽ കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ബിഗ് ബോസ് ഷോ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഗൗരവമേറിയ കാര്യം. കൂടാതെ ഇത്തരത്തിലുള്ള ആക്ഷനും തെറിവിളികളും ലൈവിൽ നിന്നും ഉൾപ്പെടെ കട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. കാരണം നമുക്കറിയാം, ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഇപ്പോൾ കേസ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംഭാഷണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള തെറിവിളികളും ആക്ഷനുകളും ഒക്കെ പരമാവധി ഒഴിവാക്കാനാണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത്.